പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് പഠിച്ചു തുടങ്ങാം. എല്ലാവരും കറക്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ട് രാവിലെ ക്ലാസ് ഇടണമെന്നാണ് വിചാരിച്ചത്, ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കത് ബാക്കി ഭാഗം നോക്കാം. എല്ലാവരും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, 28 ഭാഗം 1. ക്വസ്റ്റ്യൻ നമ്പർ 25. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293. ഓപ്ഷൻ ബി ആണ് 293. 26. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആര്? ഇങ്ങനെ നിർവഹിച്ചിട്ടില്ലാത്ത, അത് നിർവഹിച്ച എന്ന് വായിച്ച് നമ്മൾ പെട്ടെന്ന് ആൻസറിലോട്ട് പോകാം, അത് പാടില്ല. എപ്പോഴും ഇങ്ങനെ ഉണ്ട് ഇല്ല എന്നുള്ള ഭാഗം കറക്റ്റ് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ ഞാൻ തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന് കറക്റ്റ് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്. 27. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് 8. 28. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്കു കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അമേരിക്ക. 29. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20. 30. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. 31. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? ആൻസർ സി ആണ്, 1885. ഓപ്ഷൻ സി 1885 ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. 32. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. 33. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. 34. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ഫസൽ അലി. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. 35. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, കഴ്സൺ പ്രഭു. 36. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, കാൺപൂർ. 37. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, റാണി ഝാൻസി റെജിമെൻറ്റ്. റാണി ഝാൻസി റെജിമെൻറ്റ് എന്നായിരുന്നു. 38. സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, രാജ്മഹൽ കുന്നുകൾ. ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ് സാന്താൾ കലാപം നടന്ന പ്രദേശം. 39. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, മറാത്ത. 40. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. 41. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 42. ചുവടെ തന്നിട്ടുള്ളതിൽ
കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി ആണ് കബനി. 43. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ ആണ് ചിങ്ങം 1. 44. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി ആണ് കൊല്ലം. 45. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി ആണ് KM ബീനാമോൾ. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി KM ബീനാമോൾ. 46. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തൃശ്ശൂർ. 47. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് പള്ളിവാസൽ. ഇതും ഒരുപാട് തവണ PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 48. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ സി ആണ് 4. 49. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തൃശ്ശൂർ. 50. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത്? ഓപ്ഷൻ ബി പ്രൊഫസർ KV തോമസ് ആണ്. 51. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് കീഴരിയൂർ ബോംബ് കേസ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 52. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. 53. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് സി ശങ്കരൻ നായർ. ഇതും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്ന എക്സാമിനും ചോദിക്കാം. 54. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരായിരുന്നു? ഓപ്ഷൻ ബി ആണ് വാഗ്ബടാനന്ദൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. 55. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരു. 56. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ഓപ്ഷൻ ഡി ആണ് പ്രാചീന മലയാളം. 57. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ആണ് ക്ഷേത്രപ്രവേശന വിളംബരം. 58. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ആണ് കുമാരഗുരുദേവൻ. 59. VD ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് നാടകം. 60. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ ഡി ആണ് കോഴഞ്ചേരി പ്രസംഗം. 61. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 24. 62. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ സി ആണ് കരൾ. 63. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. അതായത് രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. 64. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നുള്ളത്. 65. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രസ്താവന ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. 1. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് എന്നിവ ഉപയോഗിക്കുന്നത് അന്ധരാണെന്നുള്ളത്. 4. ടാക്ടൈൽ വച്ച് ബ്രെയിലി ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി 1ഉം 4ഉം. 66. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? അനാമിക. വെണ്ടയുടെ ഇനം അനാമിക. 67. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏത്? ഓപ്ഷൻ എ ആണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം. 68. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനെ
കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ബാക്ടീരിയ. ഡി ആണ് ബാക്ടീരിയ. 70. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ സി ആണ് ഇന്ത്യ. 71. അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു? ഓപ്ഷൻ സി ആണ് ഐസോടോപ്പുകൾ. 72. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡി ആണ് മോസ്ലി. 73. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഏത്? ഓപ്ഷൻ സി ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഓക്സിജൻ. 74. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഹേമറ്റൈറ്റ്. അയണിൻ്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. 75. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് നൈലോൺ. 76. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 60 ഡിഗ്രി തന്നെ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെയാണ്. 77. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്കു കാരണമായ ബലം ഏതാണ്? ഓപ്ഷൻ എ ആണ് പ്രതലബലം. 78. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്? ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിലാണ്. 79. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. 80. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം എന്തായിരിക്കും എന്നുള്ളതാണ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ഓപ്ഷൻ ബി ആണ് ഇരട്ടിയാകുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് 20 ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.